والعبد ينتقل بالإحسان إلى صفات المالك الروحاني تطوى له مسافة البيداء ويعتلي في الماء والهواء والعبد ينتقل بالإحسان അല്ലാഹുവേ, ഞാൻ നിന്നെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ നിസ്കരിക്കുമ്പോൾ, നോമ്പെടുക്കുമ്പോൾ, സ്വതക്ക കൊടുക്കുമ്പോൾ, ആരോടെങ്കിലും പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ എൻ്റെ റബ്ബെൻ്റെ മുമ്പിലുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കുന്ന ആളാണ് മുഹ്സിൻ. അവരാണ് ഇഹ്സാൻ ചെയ്യുന്നവർ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ആ സൂറത്ത് കഴിഞ്ഞതിൻ്റെ ഉടനെയാണ് സൂറത്തുൽ ഇസ്രാ വരുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അസ്റാ ബിഅബ്ദിഹി, അത് മഅയ്യത്താണ്. അല്ലാഹു മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. എൻ്റെ കൺമുമ്പിൽ അല്ലാഹു ഉണ്ട് എന്ന ബോധത്തിൽ നിസ്കരിക്കുന്നവരാണ്. എൻ്റെ മുമ്പിൽ അല്ലാഹു ഉണ്ട് എന്ന് ഞാൻ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന പോലെ നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. പക്ഷേ ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് നീ വിചാരിക്കണേ. അപ്പോഴാണ് ഒരാൾ മുസ്ലിമായതിനു ശേഷം മുഅ്മിനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ മുഹ്സിൻ എന്ന കാറ്റഗറിയിലേക്ക് ഉയരുന്നത്. അതാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ലോകം. അതിനെ സംബന്ധിച്ചാണ് സൂഫി വര്യന്മാരെന്ന് പറയാ. ഇഹ്സാനിന്റെ ലോകത്ത് ജീവിക്കുന്നവർ എന്നല്ലാതെ കള്ളുടിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ പറ്റി അല്ലാതെ പറയാ. മിസ്റ്റിക് സൂഫീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ പറയും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ചില നാടുകളിൽ, ഇപ്പോൾ തുർക്കിയിൽ ഒരിടത്ത് സൂഫി മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ തമാശ. കുറേ മുട്ടും പാട്ടും പാടിയിട്ട് ഇങ്ങനെ ചാടി കളിക്കന്നെ. അവിടെ അല്ലാഹുവില്ല, റസൂലില്ല, കിതാബുമില്ല, സുന്നത്തുമില്ല. അത് യൂറോപ്യന്മാർ ഗ്രീക്ക് റോമൻ ഫിലോസഫിയുമായി കൂടിക്കലർത്തി ഇസ്ലാമിലെ ഒരു നല്ല ഭാവത്തെ തിരിച്ചു മറിച്ചിട്ടതാണ് മിസ്റ്റിക് സൂഫിസ് എന്ന് പറയുക. അതും ദീനുമായിട്ടൊന്നും ഇഹ്സാനുമായിട്ട് ഒരു ബന്ധമില്ല, വെറുതെ കാട്ടിക്കൂട്ടലാണ്. ശരിയായ തസൗഫ് എന്ന് പറയുമ്പോൾ മഹാനായ അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്തുസ്താദും, മഹാന്മാരായ ആരിഫീങ്ങളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, സി എം മടവൂർ തങ്ങളവറുകൾ അടക്കമുള്ള ഒരുപാട് ആരിഫീങ്ങൾ കഴിഞ്ഞുപോയ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ, മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറുഹു, മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ, മഹാനായ സുഹ്റവർദി തങ്ങളുടെ, മഹാനായ മഅറൂഫുൽ കർഖിയുടെ ഒരുപാട് സാത്വികരായ മഹത്തുക്കൾ ജീവിച്ചുപോയ ഒരു വഴിയുണ്ട്. അതാണ് തസൗഫ്, അതാണ് സൂഫിസം. എന്നല്ലാതെ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഒരു മോഡേൺ മിസ്റ്റിക് സൂഫിസം എന്ന് പറയും. ഇല്ല, തമാശയാണത്. വൽഅബ്ദു യന്തഖിലു ബിൽ ഇഹ്സാനി, ഇഹ്സാൻ എന്ന സ്വഭാവത്തിലേക്ക് നിങ്ങളുടെ നിസ്കാരം മാറിക്കഴിഞ്ഞാൽ അങ്ങനെ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, അല്ലാഹുവിനെ കാണുന്നു എന്ന പോലെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ നിന്നാൽ അല്ലാഹുവിൻ്റെ മുമ്പിലുണ്ട്. ഉസ്താദുമാരോ ഉമ്മയോ വാപ്പയോ വടി പിടിച്ച് മുമ്പിൽ നിൽക്കുമ്പോൾ മക്കളെ നിസ്കരിപ്പിച്ച് പഠിപ്പിക്കാന്ന് വിചാരിച്ചോളൂ. നല്ല കുട്ടിയെ നിസ്കരിക്കൂലേ? നമ്മുടെ പോയ കുത്തിമാറി നിലം വെട്ടി ഓടും ചെയ്യും. പക്ഷെ ഒരാളടുത്തുണ്ടെങ്കിൽ ഒരു പേടി വരും. എപ്പോഴും നമ്മുടെയൊക്കെ അധികവും ദീന് പഠിച്ച് നമ്മുടെ ഉമ്മയിൽ നിന്ന്, ഉപ്പയിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്നാണ്, അല്ലേ? അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പഠിക്കുള്ളൂ. മദ്രസയിലോ നല്ല കോളേജിലോ നല്ല ഒരു ദർസിലോ പറഞ്ഞയച്ചത് കൊണ്ടോ മാത്രം കിട്ടൂല. അത് പ്രാക്ടിക്കലി മക്കൾ കാണണം. ആ കാഴ്ചയാണ് നമ്മുടെ ഈമാനും നമ്മുടെ അഖീദയും നമ്മുടെ യഖീനും നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അതാണിന്ന് സാധിക്കാത്തത്. ഉമ്മ അങ്ങനെ എന്തൊക്കെയോ കണ്ടു കിടക്കാൻ, ഉമ്മേൻ്റെ മൊബൈൽ എടുത്തിട്ട് കുട്ടി കളിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ ഉമ്മയുടെ സെർച്ച് ഹിസ്റ്ററിയിൽ കിടക്കുന്നതൊക്കെ വളരെ മോശപ്പെട്ടതാണ്. അത് കുട്ടി കാണാൻ തുടങ്ങി. കുട്ടി കണ്ടു തുടങ്ങിയപ്പോൾ 11 വയസ്സായ മോനിപ്പോൾ ആ കണ്ടതുപോലെയൊക്കെ ചെയ്യണം തോന്നാൻ തുടങ്ങി. അപ്പോൾ കുടുംബങ്ങളിൽ പറഞ്ഞ് എൻ്റെ കുട്ടികളെ എൻ്റെ കൂടെ ജീവിപ്പിക്കാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറയുന്നു. വീട്ടുകാരിറങ്ങിപ്പോകാൻ നിൽക്കുന്നു, പ്രശ്നങ്ങളാകുന്നു. എന്തേ? ഇതിൻ്റെയൊക്കെ തുടക്കം മോശപ്പെട്ട വീഡിയോസ് ഉമ്മ കാണുന്നുണ്ട്. അത് മൊബൈൽ കുട്ടീൻ്റെ കൈ കൊടുത്ത് ഉമ്മക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പോകല പരിപാടി.
കുട്ടി അതെടുത്ത് നോക്കുമ്പോൾ ഇതാ, പിന്നെ കുട്ടി അത് കണ്ടു തുടങ്ങി, പിന്നെ അഡിക്ഷനായി. ഫോൺ അഡിക്ഷൻ എന്ന് പറയും, പച്ചയായ വ്യഭിചാരം കാണുന്ന അഡിക്ഷൻ. അപ്പോൾ കുട്ടിക്ക് അതുപോലെ തോന്നാൻ തുടങ്ങി. 11 വയസ്സായ മോനാണ്, എന്ത് ചെയ്യും? കുട്ടി നിരപരാധിയാണ്, ഉമ്മയിൽ നിന്ന് കിട്ടിയതാണ്. ഇതാണ് ഈ ലോകത്തെ തർബിയത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ നമ്മുടെ ഉമ്മമാരിൽ നിന്ന് നല്ലത് ഇൽമ്, തഖ്വയും സൂക്ഷ്മതയും കിട്ടേണ്ട കാലത്ത് അവർ തന്നെ വളഞ്ഞു പോയാൽ പിന്നെ മക്കളെങ്ങനെ? വഹൽ യുർജാ ലിഅത്ഫാലിൻ സ്വലാഹു ഇദർതലഉ സുദിയൻ നാഖിസാതി എന്ന് പറഞ്ഞ പോലെ ഉമ്മക്ക് ഉപ്പാക്കും പൂർണ്ണതയില്ലെങ്കിൽ മക്കൾക്ക് പിന്നെ എങ്ങനെ പൂർണ്ണത ഉണ്ടാവുക എന്നാ ചോദ്യം. ഇഹ്സാനിലേക്ക് നമ്മൾ വരണം. നമ്മുടെ നിസ്കാരം അള്ളാഹുവിനെ നമ്മൾ കാണുന്നു എന്ന പോലെ, നമ്മുടെ ഇബാദത്ത് അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് എന്ന പോലെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ നിസ്കാരങ്ങളെ മുഴുവനാക്കി മാറ്റിയെടുക്കാൻ കഴിയോ? ഞാൻ ഈ പറയുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. റൂഹാനികളുടെ സ്വഭാവങ്ങളിലേക്ക് മുഅ്മിനീങ്ങൾക്ക് മാറാൻ കഴിയുന്ന, അവർക്ക് ചില അത്ഭുതങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. പലരെ കൊണ്ടും സാധ്യമാകാത്തത് സാധിക്കുന്നതായി അവർക്ക് തന്നെ ബോധ്യപ്പെടും. പക്ഷെ അത് അഹങ്കരിക്കുകയോ അത് പബ്ലിസിറ്റി ആക്കുകയോ അത് മാർക്കറ്റ് ചെയ്യുകയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോഴേക്കും അള്ളാഹു ഇത് പിൻവലിക്കും. സ്വകാര്യമായി കൊണ്ടു നടക്കാൻ കഴിയണം. അത് ഇത്തരം അനുഭവങ്ങളൊക്കെ അള്ളാഹു നൽകുന്ന ഒരു തൗഫീഖാണതൊക്കെ. ആ തൗഫീഖിന് ശുക്ർ ചെയ്യുന്നുണ്ടോ? അതല്ല തൗഫീഖും വെച്ചിട്ട് കാശാക്കുകയാണോ? ഇതാണ് അള്ളാഹു നോക്കുന്നത്. ഇന്നത്തെ കാലം അതാണ്. ഒക്കെ ഫോട്ടോ എടുത്ത് വിടുകയാണല്ലോ, എല്ലാം ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യുക, എല്ലാം അങ്ങനെ ജനങ്ങളിലേക്ക് എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലം. ഒരു മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതവും പ്രൈവറ്റ് ജീവിതവും അല്ലാത്തതൊക്കെ വല്ലാത്തൊരു കാലമാണ്. വൽഅബ്ദു യന്തഖിലു ബിൽ ഇഹ്സാനി ഇലാ സിഫാത്തിൽ മാലകിർ റൂഹാനി. റൂഹാനിയായ മലക്കിന്റെ സ്വഭാവത്തിലേക്ക് ഇഹ്സാനിലൂടെ ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് മാറാൻ കഴിയും. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യലാണ്. ഖുർആൻ ഓതുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലുണ്ട്, ആ റബ്ബിന്റെ സംസാരമാണ് ഞാൻ കേൾക്കുന്നത് എന്ന ബോധത്തിൽ ഖുർആൻ ഓതുക. അള്ളാന്റെ മുമ്പിലുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും ഖുർആൻ ഓതിയിട്ടുണ്ടോ? നമ്മളങ്ങനെ ഖുർആൻ പിടിച്ച് നിൽക്കുമ്പോഴേ എൻ്റെ റബ്ബിന്റെ സംസാരമാണിത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. എൻ്റെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധത്തോടുകൂടെയുള്ള ഒരു ഖുർആനോത്ത്. ദിക്ർ ചൊല്ലുമ്പോ എൻ്റെ റബ്ബിന്റെ മുമ്പിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. റബ്ബേ നീ ഏറ്റവും വലിയവനാണ്. ഇത് നമ്മൾ എവിടെയോ ഒരു മൂലയിൽ നിന്ന് ഓതുകയാണ്. അള്ളാഹു എവിടെയോ ആണ്, നമ്മുടെ ചിന്തയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പൊ ഇഹ്സാൻ ഉണ്ടാവില്ല. ഇഹ്സാൻ കൊണ്ടേ ഈ പരിപാടി നടക്കുള്ളൂ കേട്ടോ. ഇഹ്സാൻ കുറച്ച് പ്രയാസം, അതിനൊന്ന് ഒരുങ്ങണം. എപ്പോഴും എല്ലാവർക്കും പരാതി അതാ, നിസ്കരിക്കുമ്പോൾ ഓർമ്മ കിട്ടണില്ല, നിസ്കരിക്കുമ്പോൾ ബോധം വരുന്നില്ല, നിസ്കരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് കിട്ടുന്നില്ല. നമ്മുടെ ഖൽബിന്റെ താക്കോല് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അല്ലാഹുവിന്റെ തൗഫീഖിനെ ചോദിക്കണം. പക്ഷെ നമ്മുടെ ഒരു അധ്വാനം വേണം. അതുകൊണ്ടാണ് വൽ അബ്ദു യന്തഖിലു ബിൽ ഇഹ്സാനി ഇലാ സിഫാത്തിൽ മാലകിർ റൂഹാനി തുത്വാലഹു മസാഫത്തുൽ ബൈദാഇ ويعتلي في الماء والهواء تطوى له مسافة البيداء. വിജനമായി കിടക്കുന്ന ഭൂമിയുടെ ദൂരം പോലും അവർക്ക് ചുരുക്കപ്പെടുന്നുണ്ട്. ويعتلي في الماء والهواء. വെള്ളത്തിലും വായുവിലും അവർക്ക് നടക്കാൻ കഴിയും, സഞ്ചരിക്കാൻ കഴിയും. ഇത് റൂഹാനികളുടെ പ്രത്യേകത. ഇത് മുഅ്മിനീങ്ങൾ. ചിലർ മാജിക് കൊണ്ട് കാട്ടും, അത് റിയൽ അല്ല. പിശാചുക്കളുടെ സഹായം കൊണ്ടുണ്ടാവാം. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് കറാമത്തായി അല്ലാഹു ഇത് നൽകുന്നുണ്ട്. അപ്പൊ ശരീരം കനം കുറയുമ്പോഴാണ് വായുവിലേക്ക് പൊങ്ങാൻ പറ്റുള്ളൂ. ശരീരം കനം കുറയുമ്പോഴേ അവർക്ക് വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ കഴിയൂ. അങ്ങനൊക്കെ നടന്ന മഹാന്മാരുണ്ട്, സ്വഹാബികളുണ്ട്. അതിൻ്റെ ഒരു തെളിവായിട്ടാണ് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യുറാ ലഹു ഫിശ്ശംസി ളില്ലുൻ. സൂര്യപ്രകാശമുണ്ടാകുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന് നിഴല് കാണപ്പെടാറില്ലായിരുന്നു. തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിന് നിഴലില്ലായിരുന്നു.
ആ നിഴലില്ലാതിരിക്കുന്നത് ശരീരത്തിൻ്റെ കനം അല്ലെങ്കിൽ അത് നേർത്തതായി മാറുമ്പോഴാണ്, പ്രകാശ രൂപത്തിലേക്ക് മാറുമ്പോഴാണ്. മഹാനായ ഹക്കീം തുർമിദി റഹ്മഹുല്ലാഹ് ദക്വാൻ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുറാ ലഹു ദില്ലുൻ ഫീ ശംസിൻ വലാ ഖമരിൻ. നിലാ വെളിച്ചത്തിലോ പകലിലെ സൂര്യപ്രകാശത്തിലോ എൻ്റെ ഹബീബായ നബി തങ്ങൾക്ക് നിഴലില്ലായിരുന്നു എന്ന് ദക്വാൻ റളിയല്ലാഹു അൻഹു ഹദീസ് മഹാനായ ഹക്കീം തുർമിദി തങ്ങൾ ഉദ്ധരിക്കുന്നു. അവര് മഹാനായ ലോകത്തിൻ്റെ ഉള്ളറകൾ കണ്ട് അള്ളാഹുവിൻ്റെ സൂഫിയായ വലിയൊരു മഹാനാണ് ഹക്കീം തുർമിദി. രണ്ട് തുർമിദിമാരുണ്ട്. ഒന്ന് അബൂ ഈസ തുർമിദി, അവർ ഹദീസ് പണ്ഡിതൻ. ഹക്കീം തുർമിദി അവർ ഹദീസ് ഉദ്ധരിക്കും, പക്ഷെ അവർ ആത്മീയ ജ്ഞാനത്തിൻ്റെ തസൗഫിൻ്റെ അലിമ. രണ്ടുപേരും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്, അഫ്ഗാനിൻ്റെ ബോർഡറിലാണ്. 15 കിലോമീറ്ററുള്ള അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിലേക്ക്. അവിടെ നിന്ന് രണ്ടാളുടെയും മക്കാമുകൾ തമ്മിൽ ഒരു 2-3-4 കിലോമീറ്ററിൻ്റെ വ്യത്യാസം. ഞാൻ രണ്ടുപേരെയും സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ഹക്കീം തുർമിദി തങ്ങളെയും നമ്മുടെ ഹദീസ് പണ്ഡിതനായ മഹാനായ ഇമാം തുർമിദി തങ്ങളെയും. അള്ളാഹു സജ്ജനങ്ങളുടെ സാന്നിധ്യങ്ങളിലേക്ക് എത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്ന് വിശേഷിക്കുന്നവരല്ലല്ലോ മുഅ്മിനീങ്ങൾ. അവരുടെ ശരീരം കിടക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. മുഅ്മിനീങ്ങളായ ജിന്നുകളുണ്ടാവും അവിടെ, സ്വാലിഹീങ്ങളുണ്ടാവും അവിടെ, അതൊക്കെ ദുആക്ക് ഉത്തരമുണ്ടാവും. മഹാനാണിത് സംഭവം ഉദ്ധരിക്കുന്നത്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുറാ ലഹു ദില്ലുൻ ഫീ ശംസിൻ വലാ ഖമർ. വായുവിലേക്ക് ഒരു മനുഷ്യന് ഉയരാൻ കഴിയാന്ന് പറഞ്ഞാൽ ശരീരം ലൈറ്റ് ആവണം, കനം കുറയണം, പ്രകാശം പോലെ ആവണം. അത് പുണ്യനബിക്കുണ്ടായതുകൊണ്ടാണ്. ഹബീബായ നബി തങ്ങളല്ലയോ മനുഷ്യരിൽ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവര്. ഇന്നി ലഅത്ഖാകും ലില്ലാഹ്, എന്നെപ്പോലെ അള്ളാഹനെ ഭയപ്പെടുന്ന ഒരാളും നിങ്ങളിലില്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ മലക്കുകളുടെ രൂപത്തിലേക്കോ ഭാവങ്ങളിലേക്കോ ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഉയർച്ച അതാർക്കും വിശ്വസിക്കാൻ പ്രയാസമില്ല. അല്ലാമ ഇബ്നു സബ്ഇ തങ്ങൾ പറയുന്നു, മിൻ ഖസ്വായിസിഹി അന്ന ളില്ലഹു കാന ലാ യഖഉ അലൽ അർദ് വഅന്നഹു കാന നൂറാ. അല്ലാഹുവിൻ്റെ ഹബീബ് നൂറായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പ്രകാശമായിരുന്നു. അല്ലാമ ഇബ്നുൽ ജൗസിയുടെ കിതാബുണ്ട് അൽ വഫാ ബി അഹ്വാലിൽ മുസ്തഫ. അബ്ദുറഹ്മാൻ ബിൻ ജൗസി തങ്ങൾ ഹബീബിൻ്റെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിശദമായൊരു ചരിത്രം അവരുടെ കിതാബുൽ വഫയിൽ ചെയ്യുന്നു. ഇമാം സുയൂത്തി റഹ്മഹുല്ലയുടെ ഖസ്വായിസുൽ കുബ്രയിൽ നബി തങ്ങളുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് നൂറാവാൻ കാരണം വജഅൽനി നൂറാ, എന്നെ പ്രകാശമാക്കി തരണേ എന്ന് നബി തങ്ങൾ ദുആ ഇറക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഗുണങ്ങൾ നബി തങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ പൂർണ്ണമായും ഏത് സമയവും നൂറായിരുന്നു, അല്ലെങ്കിൽ ഭൗതികമായ ശരീരം തങ്ങൾക്കില്ലായിരുന്നു എന്നൊന്നും ഇതിനർത്ഥമില്ല. പക്ഷേ അള്ളാഹു ആ ഒരു സ്ഥാനത്തേക്ക് ഹബീബിനെ ഉയർത്തിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് അലൈഹിസ്സലാം കാന ഇദാ സാറ ഫീ അസിഖത്തി മിസ്ർ, ഈജിപ്തിന്റെ വഴിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ യുറാ തലഅലു വജ്ഹിഹി അലൽ ജുദ്റാൻ, ആ മുഖത്തിൻ്റെ പ്രകാശത്തിൻ്റെ തിളക്കം വഴിയോരങ്ങളിലെ മതിലുകളിൽ കാണപ്പെടുമായിരുന്നുവത്രേ. ഏതുപോലെ ഒരു വെള്ളത്തിലേക്ക് സൂര്യപ്രകാശമുണ്ടാകുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു പ്രതിബിംബം തൊട്ടടുത്ത ചുമരിൽ കാണപ്പെടുന്ന പോലെ യൂസുഫ് അലൈഹിസ്സലാം എന്ന സുമുഖനായ പ്രവാചകൻ, സുന്ദരനായ നിബിതങ്ങൾ, ആ മഹാനായ പ്രവാചകരുടെ മുഖത്തിൻ്റെ പ്രകാശം ചുമരുകളിൽ കാണപ്പെടുമായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാം കാന വജ്ഹു യൂസുഫ് അലൈഹിസ്സലാം മിഥലൽ ബർഖി, മഹാനവറുകളുടെ ആ മുഖം ഒരു മിന്നിത്തിളങ്ങുന്ന പ്രകാശമുള്ളതായിരുന്നു, മിന്നൽ പിണറ പോലെ പ്രകാശിക്കുമായിരുന്നുവെന്ന് മഹാനായ യൂസുഫ് തങ്ങളെ സംബന്ധിച്ചുള്ള റിവായത്തുകളുണ്ട്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, വകാനത്തിൽ മർഅ, ഏതെങ്കിലും ഒരു പെണ്ണ്
ഇദാ തതുഹു ലിഹാജത്തിൻ, മഹാനായ നബിയോട് എന്തെങ്കിലും ചോദിക്കാനോ അന്വേഷിക്കാനോ ഫത്വ ചോദിക്കാനോ വന്നാൽ ഗത്താ വജ്ഹഹു മഖാഫത അൻ തഫ്തതിന ബിഹി, തൻ്റെ മുഖം കണ്ട് ആ പെണ്ണിന് എന്നോട് പ്രേമം തോന്നിപ്പോകരുത് എന്ന് വിചാരിച്ച്, ആ പെണ്ണിൻ്റെ മനസ്സിൽ ഒരു ദുഷിച്ച ചിന്ത വന്നു പോകരുതേ എന്ന് വിചാരിച്ച് അന്യ പെണ്ണുങ്ങൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ മഹാൻ മുഖം പൊത്തിപ്പിടിക്കുമായിരുന്നുവെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇമാം ഇബ്നു അബി ഹാത്തിം തങ്ങൾ അവരുടെ തഫ്സീറിൽ, ഇമാം ത്വബറാനി തങ്ങൾ അവരുടെ മുഅ്ജബുൽ കബീറിൽ, ഇമാം സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിലൊക്കെ ഈ സംഭവം ഉദ്ധരിക്കുന്നു. യൂസുഫ് അലൈഹിസ്സലാം അങ്ങനെ ചെയ്തിരുന്നു. എന്തേ? അത് മലക്കുകളുടെ സ്വഭാവത്തോട് സാദൃശ്യമുള്ളൊരു സ്വഭാവമാണ്. മഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ ബീവി പ്രലോഭിപ്പിച്ചു എന്ന വാർത്ത നാട്ടിലാകെ പരക്കുകയും താനൊരു നിരപരാധിയാണ്, ഇതുപോലെ സുന്ദരനായ ഒരാളെ കണ്ടാൽ നിങ്ങളും പ്രലോഭിതരാകും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂട്ടുകാരികൾക്ക് ആപ്പിളും കയ്യിൽ കത്തിയും കൊടുത്ത് യൂസുഫ് അലൈഹിസ്സലാമിനെ അവരുടെ മുമ്പിലേക്ക് ഇറക്കിവിട്ട വഖാലത്ത് ഉഖ്റുജ് അലൈഹിൻ, യൂസുഫേ ആ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണേ എന്ന് പറയുകയും ഫലമ്മാ റഅയ്നഹു, പെണ്ണുങ്ങളെല്ലാം യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ അക്ബർനഹു വഖുൽന, അവർ പേടിച്ചുപോയി, അവർ അത്ഭുതപ്പെട്ടു പോയി. എന്താണിത് എന്നവർ പറഞ്ഞുപോയി. ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഇത് മനുഷ്യനല്ല, ഇത് മാലാഖയാണ് എന്ന് ആ പെണ്ണുങ്ങളുടെ നാവുകൊണ്ട് പറഞ്ഞുപോയവരെ. മഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. എന്തുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമിന് ആ ഒരു മഹത്വം കിട്ടിയത് എന്നത് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ അല്ലാമ ഖാദി ബൈദാവി റഹ്മത്തുള്ളാഹി തആല അലൈഹി യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വിവരിക്കുകയാണ്. കഅന്നൽ ജംഅ ബൈനൽ ജമാലി വൽ ജമാലിർ റായിഖ് വൽ കമാലിൽ ഫായിഖ് വൽ ഇസ്മത്തിൽ ബാലിഗ മിൻ ഖവാസിൽ മലായിക. ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും, ഞാൻ എന്നെയും ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തട്ടെ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ബൈനൽ ജമാലിർ റായിഖ്, അതിമനോഹരമായ സൗന്ദര്യവും, വൽ കമാലിൽ ഫായിഖ്, ഒരിക്കലും പ്രാപിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന വിധമുള്ള ഔന്നിത്യവും, വൽ ഇസ്മത്തിൽ ബാലിഗ, തെറ്റിലേക്ക് പോകാതെ ശരീരം സൂക്ഷിച്ച മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പാപസുരക്ഷിതത്വം, അതിനാണ് ഇസ്മത്ത് എന്ന് പറയാ. മഅസൂമിങ്ങളാണ് അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, മഹ്ഫൂദിങ്ങളാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അല്ലാഹു നൽകുന്ന സംരക്ഷണമാണത്. തെറ്റിലേക്ക് സുലൈഖ ബീവി യൂസുഫ് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞത്, യൂസുഫേ, ഞാനുമായി നിങ്ങൾ വ്യഭിചാരം ചെയ്തില്ല എങ്കിൽ എൻ്റെ ഭർത്താവ് അധികാരിയാണ്, ഗവർണറാണ്, ആ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ മേൽ ഇല്ലാത്ത തെറ്റ് ചുമത്തി നിങ്ങളെ ഞാൻ ജയിലിലടക്കും. എന്തിന്? തെറ്റ് ചെയ്തില്ല എങ്കിൽ. ആരോടാണിത് പറയുന്നത് എന്നോർക്കണേ. യുവാവായ യൂസുഫ് നബി അലൈഹിസ്സലാം. നമ്മുടെ കുട്ടികളുടെ ഗ്ലാമർ പോലെ എല്ലാ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഗ്ലാമർ അൽ ജമാലുൽ ഫായിഖ്, ഒരു മനുഷ്യനും അതുവരെ നൽകപ്പെട്ടിട്ടില്ലാത്ത, അത് പിന്നെ കിട്ടി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് അജ്മലുൽ ഖലായിഖ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും പ്രകാശമുള്ള സൗന്ദര്യമുള്ളവർ ഹബീബായ നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതിനെ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാ? യൂസുഫ് അലൈഹിസ്സലാം. ശരീര സൗന്ദര്യമുണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ അല്ലേ, നല്ല സുമുഖന്മാരായ കുട്ടികൾ ഒരുപാടുണ്ട്, നല്ല ചെറുപ്പക്കാർ, അൽഹംദുലില്ലാഹ്, നല്ല ദീനുള്ള കുട്ടികൾ, അൽഹംദുലില്ലാഹ്. അല്ലാഹു അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. ആ ഒരു ഇസ്മത്ത് അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമോ, അല്ലെങ്കിൽ അല്ലാഹു നൽകിയ നിഅമത്തോ
ഒരു പെണ്ണ് എന്നിൽ ആകൃഷ്ടയാകണം എന്ന് വിചാരിച്ചാവല്ലേ, ഒരു പെണ്ണെന്നെ കണ്ടാൽ എന്നിലേക്ക് വരണം എന്നാഗ്രഹിച്ചുകൊണ്ടാവല്ലേ ഒരാണും ഒരു പെണ്ണിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വേഷവിധാനങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ലെന്നാണ്. ഒരു പെണ്ണും അങ്ങനെ തന്നെ, ഒരാണ് എന്നിലേക്ക് ആകർഷിക്കപ്പെടണം. അപ്പോൾ അവളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒരല്പമെങ്കിലും പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്, നല്ല മഫ്തക്കെട്ട നല്ല തലമറച്ച പെണ്ണുങ്ങൾ ഫ്രണ്ടിൽ ലേശം, അപ്പോൾ അറബി പെണ്ണുങ്ങൾ കാണിക്കലുണ്ടല്ലോ, അത് സുന്നത്താന്ന വിചാരം. പെണ്ണെ, നിന്റെ ശരീരത്തിൽ ഒരു മുടി കാണുന്നത്, അതൊരു മനുഷ്യൻ കാണുന്നത് ഹറാമാണ്, കുറ്റകരമാണ്. അത് നീ കാണിച്ചു, ആ എത്ര ആൾ നിന്നെ കാണുന്നുണ്ടോ, നീയായിട്ട് അവസരമുണ്ടാക്കിയില്ലേ, അതിൻ്റെയൊക്കെ തെറ്റിൻ്റെ ഒരു ഓഹരി നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. എന്തിന് ഏതായാലും മറിച്ച് നടക്കുക, നല്ല തലയൊക്കെ സ്കാഫൊക്കെ ഇട്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ഫ്രണ്ടിൽ മാത്രം എന്തിനെ ഒഴിവാക്കിയിടുന്നത്, അതും കൂടെ മറിച്ചുകൂടെ? മുഴുവനായിട്ടും നിഖാബ് വരെ ചെയ്ത് നടക്കണമെന്നാണ് ശർഇൻ്റെ മുഅ്മിനാത്തുകളോടുള്ള അഭ്യർത്ഥന. അപ്പോൾ സൗന്ദര്യം കൊണ്ട് ഒരാൾ ആകർഷിക്കാനോ ആകർഷിപ്പിക്കാനോ, എനിക്ക് കുറേ ഫാൻസ് വേണമെന്ന് വിചാരിച്ചിട്ടോ, കുറേ ആൾക്കാരെൻ്റെ പിന്നാലെ കൂടണമെന്ന് വിചാരിച്ചിട്ടോ, കുറേ ലൈക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടോ, നമ്മൾ കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടാക്കി വിടുന്നില്ലേ, ടിക്ടോക്കിലും അതിലും ഇതിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ. ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾ തമാശയായിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവും. അത് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ ശരീരം, പ്രത്യേകിച്ച് സഹോദരിമാർ, വളരെ സൂക്ഷിക്കണേ. നമ്മളിപ്പോൾ പറയുന്നത് ഇത്തരം ചെയ്യുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒരുപക്ഷെ ഇത് കേൾക്കാൻ ഇടവരുന്നോ എനിക്കറിയില്ല. അവരൊന്ന് കേട്ടിരുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിനെയും അനുസരിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുഅ്മിനാത്തുകളുടെ കൊടിപിടിച്ച് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ആ ബീവിയുടെ പിറകിൽ നിൽക്കണം എന്നാഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് പറയാണ്, നമ്മുടെ ശരീരം പൊതുവസ്തു ആക്കാനുള്ളതല്ല, പ്രദർശിപ്പിക്കാനുള്ളതല്ല. നിങ്ങൾ സെൽഫി എടുത്തിട്ടും അല്ലാതെയും, ഹിജാബികൾ എന്ന് പറഞ്ഞിട്ടും അല്ലാതെയും, നിങ്ങളുടേതായ ചില കോപ്രായത്തരങ്ങളും കോമഡിയും സ്ലാങ്ങും അതും ഇതൊക്കെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളതല്ല സഹോദരി, സഹോദര. നമ്മളും ശ്രദ്ധിക്കുക. കല്ല ഇന്നഹാ തദ്കിറ ലിമൻ ശാഅ ദകറ. ഇതൊരു ഉപദേശമാണ്, ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം. അങ്ങനെ ഖുർആൻ പറയാം. അത്രയേ നമുക്കും പറയാൻ പറ്റുള്ളൂ. അതിനാരും ഒച്ചപ്പാടുണ്ടാക്കി വരാൻ നിൽക്കണ്ട. അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളോടായി പറയുന്നത്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ നാലാൾ അറിയണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് വല്ലാണ്ടങ്ങ് മൂവായി പോയിട്ടുണ്ട്. അതൊരു വലിയ ഫിത്നയാണ്. അതിൻ്റെ വരും വരായികൾ ഒന്നും ശ്രദ്ധിക്കാതെയാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസിനികളോട് സൂചിപ്പിക്കുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ വന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ജിബ്രീൽ തങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വറഖത്ത് ഇബ്നു നൗഫൽ ഖദീജ ബീവിയോട് പറഞ്ഞ ഒരു അനുഭവം ഇൻഷാ അല്ലാഹ് വഴിയെ ചർച്ച ചെയ്യാനുണ്ട്. ഈ ഒരൊറ്റ വിഷയം നമ്മുടെ സംഘാടകരോട് കാത്തിരിക്കുകയാണ്. كأن الجمع بين الجمال الرائق والكمال الفائق والعصمة البالغة من خواص الملائكة. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ആ അതിസൗന്ദര്യവും ഒരു സിനയിലേക്ക് വ്യഭിചാരത്തിലേക്ക് പോകരുത് എന്ന് വിചാരിച്ച് മഹാൻ ചെയ്ത പ്രൊട്ടക്ഷൻ എന്താ യൂസുഫ് നബി ചെയ്തത്? ഓടുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാ ചെയ്തത്, അല്ലേ? അങ്ങനെ സുലൈഖാ ബി പിറകുന്ന് പിടിച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കുപ്പായം ബാക്കിൽ നിന്ന് കീറി. ഇന്നത്തെ പോലെ വലിയ ബ്രാൻഡ് ഷർട്ടൊന്നുമല്ലല്ലോ ഒന്നിടുക. പിടിച്ചു വലിച്ചപ്പോ കീറി. യൂസുഫ് നബി ചെയ്തത് ഒരു നബിയുടെ പ്രവർത്തനമാണ്. എന്തേ? ഒരു വ്യഭിചാരത്തിലേക്കോ തിന്മയിലേക്കോ അവസരമുണ്ടാകുമ്പോൾ അവിടുന്ന് എസ്കേപ്പ് ചെയ്യണം. അതാണ് പറയുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കൂടുതൽ കള്ളുപിടിച്ചാലും ഞാൻ കുടിക്കൊന്നുമില്ല, എൻ്റെ കൂടുതലുള്ളവന് വ്യഭിചരിച്ചാലും ഞാൻ അവിടെ പോയി ഇരുന്നാലും ഞാനത് ചെയ്യുന്നില്ല. മുഅ്മിൻ അങ്ങനെയല്ല, അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണം. എന്തേ? തിന്മയിലേക്കുള്ള ടെൻഡൻസി പിശാച് അങ്ങനെ വലിയ സൗന്ദര്യമുള്ളതായിട്ട് നമ്മുടെ കണ്ണിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മളൊരു കുണ്ടിലേക്ക് കൊണ്ടുപോയി ഇറക്കി നമ്മളൊരു തെമ്മാടിയും വ്യഭിചാരിയുമായി മാറിക്കഴിഞ്ഞാൽ അവനങ്ങ് ഓടും. നീ നിന്നെ തന്നെ ശപിച്ചാൽ മതി, നീ എന്തിനാ ഞാൻ പറഞ്ഞത് കേട്ടത് എന്നാണ് അവൻ പറയുന്നത്, അല്ലേ? അതുകൊണ്ട് സൂക്ഷിക്കുക. അള്ളാഹു നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാക്കി തരട്ടെ. നമ്മളൊക്കെ അള്ളാഹു റബ്ബിൻ്റെ സംരക്ഷണത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മുടെ വളണ്ടിയർമാർ സമീപിക്കുന്നുണ്ട്. എല്ലാവരും കഴിയുന്ന വിധത്തിലൊന്ന് സഹായിക്കണം. നമ്മുടെ പ്രഭാഷണം തുടങ്ങിയിട്ടിപ്പോൾ 1 മണിക്കൂറും 2 മിനിറ്റുമായി.
ഞാൻ തുടങ്ങിയതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് 12 മണിയൊക്കെ നിർത്തും ചെയ്യും. 1 മണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ് മാക്സിമം 1 മണിക്കൂറും 10 മിനിറ്റും കൂടെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തിരക്കില്ലല്ലോ, പോയിക്കോളെ ഇൻഷാ അല്ലാഹ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഒന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി 2-3 തവണ ഒന്ന് കുടഞ്ഞു വെച്ചാലേ ഒരു നല്ല റാഹത്തുണ്ടാവും. കാലൊക്കെ ഒന്ന് കൂട്ടത്തിൽ ആ പേഴ്സ് എടുത്തോളേ. ഇപ്പോൾ വരുന്നുണ്ട് നമ്മളെ സംഘാടകർ. ഇരുന്നിട്ട് എടുക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. നല്ല കാര്യമായൊരു സഹായം, ഒരു സ്വതക്ക ഇൽമിൻ്റെ മജ്ലിസാണ്, കൊടുത്തേക്കണേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഒന്ന് സഹായിക്കണേ. നമുക്ക് ഇവിടെ ഒരു ബ്രോഷർ പ്രകാശനം ഇവിടെ നടന്നു. MIC ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ. നമുക്കറിയാം ഇത് ചട്ടഞ്ചാലിലാണ്. നമ്മുടെ അടുത്ത് വലിയ ദൂരമൊന്നുമില്ല. നമ്മുടെ ഈ ചുരം ഇറങ്ങി കയറേണ്ട പണിയേ ഉള്ളൂ. ചട്ടഞ്ചാൽ ഇനി പുതിയ റോഡൊക്കെ വന്നാൽ അതിൽ ഫാസ്റ്റായിട്ട് എത്തുകയും ചെയ്യും. ചട്ടഞ്ചാൽ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് MIC മഹാനായ മർഹൂം ഷഹീദുൽ ഉമ്മ എന്ന് പറയുന്ന മഹാനായ CM ഉസ്താദിൻ്റെ ചെമ്പരിക്ക ഖാദി അവറുകളുടെ അധ്വാനവും വിയർപ്പും കഠിനാധ്വാനവുമാണ് എന്നാണ് നമ്മൾ പറയുക. ആ ഒരു തിരുമുറ്റത്ത് ദാറുൽ ഹുദയുടെ സഹസ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ തന്നെ MIC ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, നമ്മുടെ ഹുദവി സുഹൃത്തുക്കൾ ഇമാദ് എന്ന് പറയുന്ന അവരുടെ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ഇപ്പോൾ ആ സ്ഥാപനം ഏറ്റെടുത്ത് പുതുതായി പുതിയ ഒരു ഗവേണിംഗ് ബോഡിയെ വെച്ച് ഒരു കരിക്കുലം ഫ്രെയിം ചെയ്ത് നല്ല ഒരു ടീം വർക്കോടുകൂടെ ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ KG1 KG2 മുതൽ 7ാം ക്ലാസ് വരെയും +1 മുതലും ഉള്ള +1ലേക്കുമുള്ള അഡ്മിഷൻ അവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബ്രോഷറാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. നിങ്ങളൊക്കെ മാഹിനാബാദിലുള്ള ചട്ടഞ്ചാലിലുള്ള നമ്മുടെ MIC എന്ന നമ്മുടെ സ്ഥാപനം മഹാനായ CM ഉസ്താദിൻ്റെ ഒരു കയ്യൊപ്പാണത്. ഉസ്താദ് ഇൽമിന് വേണ്ടി ചെയ്തു വെച്ച കാസർഗോഡ് ജില്ലക്ക് നൽകിയ വലിയ ഒരു പ്രഭയാണത്. അത് കെടാതെ അതിൻ്റെ പ്രഭയെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന വിധം നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവണം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അവിടെ നമ്മുടെ വിദ്യാർത്ഥിനികൾ കൊച്ചുമക്കൾ മുതൽ +1 +2 വരെയുള്ള ക്ലാസ്സുകൾ അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ, അതോടൊപ്പം മദ്രസ പഠനവും കുട്ടികൾക്ക് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു സംരംഭവുമായി സഹകരിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ല മലക്കുൻ കരീം. അലിമീങ്ങൾ പറയുന്നൊരു അത്ഭുതമുണ്ട്. ഒരു മനുഷ്യൻ ജീവിതകാലം തൻ്റെ സൗന്ദര്യം അല്ലാഹുവിന് വേണ്ടി സംരക്ഷിച്ചാൽ, അന്നഹു മാ മിൻ ജമാലിൻ ഹഫിളഹു സാഹിബു, സൗന്ദര്യമുണ്ടാകുമ്പോൾ യുവാക്കളെ യുവതികളെ യൗവനം കഴിഞ്ഞാൽ ആ സൗന്ദര്യം പോകും. ഇത് ടെമ്പററിയാണ്. അള്ളാഹു കുറച്ച് കാലത്തേക്ക് നൽകുന്ന സാധന. അത് കഴിഞ്ഞാൽ ആ യൗവനം അങ്ങ് തീർന്നു പോകും, പിന്നെ കുഴഞ്ഞു പോകും, പിന്നെ തളരാണ്, പിന്നെ അങ്ങ് മരിക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന വന്യവയോധികരെന്ന് നമ്മുടെ കാരണവന്മാരെന്ന് പറയുന്നത് ഒരു കാലത്തെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിരുന്നു. അത് ഓടി നടന്നിരുന്ന ആളുകളാണ്. പക്ഷേ അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കുമ്പോൾ ശരീരത്തിന് ചില ദുർബലതയും അവശതയും വന്നു ചേരുന്നു. അത്രയേ ഉള്ളത്. അവരൊക്കെ ചെറുപ്പക്കാരാണ്. ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർ മനസ്സിലാക്കണം, അല്ലാഹു ആയുസ് തരികയാണെങ്കിൽ നമ്മളൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോകാനുള്ളവരാണ്. അതുകൊണ്ട് മൻ ഹഫിള മാ മിൻ ജമാലിൻ ഹഫിളഹു സാഹിബുഹു, ഇത് ഹദീസല്ല, മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിശകലനമാണ്. ഏതെങ്കിലും ഒരാൾ തൻ്റെ സൗന്ദര്യം സൂക്ഷിക്കുകയും വസാനഹു ബിത്തഖ്വ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ സൗന്ദര്യത്തെ സംരക്ഷിക്കുകയും ചെയ്താൽ, പെണ്ണുങ്ങളെ ആണുങ്ങളെ നമ്മുടെ വേഷവിധാനത്തിലും
നമ്മുടെ പെരുമാറ്റത്തിലും നമ്മൾ ചെത്തിപ്പൊളിച്ച് നടക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നമ്മുടെ ഈ സൗന്ദര്യവും ശരീരത്തിൻ്റെ അഴകും ഒരാൾക്കും ഫിത്നയാവാതെ സൂക്ഷിച്ചാൽ ഇല്ലസ്ദാദ ബഹാഉഹു വദിയാഉഹു കുല്ലമാ തുഇന സാഹിബുഹു ഫിസ്സിൻ. വയസ്സ് കൂടുന്തോറും ആ സൗന്ദര്യത്തിന് പ്രഭയും ഭംഗിയും കൂടിക്കൊണ്ടിരിക്കും. ഇതൊരു ഖാഇദയാണ്. ചിലതൊക്കെ പ്രകൃതി നിയമങ്ങളെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രകൃതി നിയമമാണിത്. സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ, സൗന്ദര്യമുള്ള ആണുങ്ങൾ, അവരുടെ സൗന്ദര്യം അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ്. സൗന്ദര്യം ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു സ്ഥാനക്കുറവോ അതുമില്ല. അത് അവർക്ക് അങ്ങനെയാണ് പരീക്ഷണം. സൗന്ദര്യമുള്ളവർക്ക് സൗന്ദര്യം കൊണ്ടാണ് പരീക്ഷണം. ആ സൗന്ദര്യവും അഴകും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സൂക്ഷിച്ചാൽ വയസ്സാകുന്തോറും നിങ്ങളുടെ മുഖത്ത് പ്രകാശം വർദ്ധിച്ചു കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. വമാ മിൻ ജമാലിൻ അറളഹു സാഹിബുഹു ലിത്തുഹം. തെറ്റുകൾ സംഭവിക്കുന്ന ഇടങ്ങളിലേക്ക് ആ സൗന്ദര്യത്തെ കൊണ്ടുപോയാൽ, പ്രദർശിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ, ഞാൻ ചൊറുക്കുള്ളോളാം, എന്നെ കണ്ടോളൂ, എൻ്റെ സ്ലാങ്, എൻ്റെ സംസാരം, എൻ്റെ പ്രകടനം, എൻ്റെ ഡാൻസ്, ഇതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടോളൂ, എന്നെ ലൈക്ക് ചെയ്യണം, എന്നെ പ്രൊമോട്ട് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എഴുതി വെച്ചോളൂ, ഇല്ല ആദ ഖുബ്ഹൻ വ ഇജ്റാമൻ ഫിൽ കിബർ. പ്രായം വർദ്ധിക്കുന്തോറും ആ സൗന്ദര്യം ഇല്ലാതെയായി പ്രഭമങ്ങി, ആ സൗന്ദര്യത്തിന് പകരം ഖുബ്ഹൻ, അത് ഏറ്റവും മോശമായൊരു അഗ്ലി ഫേസിലേക്ക് അവരുടെ ഫേസ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അല്ലാമത്തുൽ അസ്സി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ അറിയപ്പെടുന്ന മഹാനാണ്. അദ്ദേഹത്തിൻ്റെ മകനും വലിയ ആലിമാണ്. ഇവരൊക്കെ വിഷയം ചർച്ച ചെയ്തത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നു, മൻ ആതാഹുല്ലാഹു വജ്ഹൻ ഹസന, ആർക്കെങ്കിലും അല്ലാഹു സൗന്ദര്യമുള്ള മുഖം നൽകിയാൽ, വസ്മൻ ഹസനൻ, നല്ല ഒരു പേരും നൽകിയാൽ, ഫാത്തിമ നല്ല പേരാ, അത് പിടിച്ച് പാത്തു നാക്കണ്ട, അത് ഫാത്തിമന്നെ ആയിക്കോട്ടെ, അത് പാത്തുട്ടി ആക്കണ്ട, അത് ഫാത്തിമ കുട്ടി എന്ന് വേണമെങ്കിൽ കുട്ടിയാകുമ്പോൾ അങ്ങനെ പറയില്ലേ എന്നല്ലാതെ നല്ല പേരുകൾ നല്ലതായിട്ട് തന്നെ. അബ്ദുറഹ്മാൻ, ഇത് അന്തർമാൻ ആക്കണ്ട, അത് അബ്ദുറഹ്മാൻ തന്നെ ആക്കി. ഇബ്രാഹിം വിളിച്ച് മുമ്പായിച്ചാക്കണ്ട, കുണിയ മുമ്പായിച്ച ഇവിടെ ഉണ്ടായിരുന്നല്ല ഇവിടെ. അപ്പോൾ അങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ തന്നെ കുണിയ മുമ്പായിച്ചുണ്ട്, മുമ്പായിച്ചാൻ്റെ വണ്ടിയിലും മുമ്പായിച്ച വണ്ടി ഇരിക്കുന്നുണ്ട്, പെൻസിലിരിക്കുന്നുണ്ട്. മാഷാ അല്ലാ, നമ്മുടെ വലിയ സുഹൃത്താണ്. അപ്പോൾ ഈ പേരുകളുണ്ടല്ലോ, അബ്ദുള്ള നമ്മൾ അന്തുച്ചാക്കും അല്ലേ, പിന്നെന്താ അബ്ദുള്ള ഔലാക്കാക്കും. സുബ്ഹാനല്ലാഹ്, അന്തുച്ചനെ അധികം ആക്കല്ലേ, അബ്ദുള്ള അന്തുച്ചാക്കും. യാ അല്ലാ. വസ്മൻ ഹസനൻ, എത്ര നല്ല പേരാണത്. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഇബ്രാഹിം, ഒക്കെ നല്ല നല്ല പേരല്ലേ. അങ്ങനെ ഒരു പേരും നല്ല മുഖവും ഒരാൾക്കുണ്ടെങ്കിൽ, വജഅലഹുല്ലാഹു ഫീ മൗദിഇൻ ഗൈരി ശാഇനിൻ, മോശപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് പോകാതെ അവരുടെ അഭിമാനം അല്ലാഹു സംരക്ഷിക്കുകയും ചെയ്താൽ, അങ്ങനെ സൗന്ദര്യമുണ്ട്, നല്ല പേരുമാണ്, തെറ്റുകളിലേക്കൊന്നും പോകുന്ന ആളല്ല, തിന്മയിലേക്ക് പോകുന്ന ആളല്ല. ഫഹുവ മിൻ സഫവത്തില്ലാഹി മിൻ ഖൽഖിഹി, അവർ അല്ലാഹുവിൻ്റെ തെരഞ്ഞെടുത്ത സൃഷ്ടികളാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ കൊണ്ടുവന്ന ഹദീസ്. അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ. നിങ്ങളുടെ മുഖം എന്ത് ചെയ്യരുത്, അത് ആളുകളെ തിന്മയിലേക്ക് വശീകരിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റരുത്. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. ആരുടെയും മുഖമോ ചൊറുക്കോ തൊലിയുടെ നിറമോ ആരും അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതല്ല, അല്ലാഹു അവർക്കായിട്ട് കൊടുത്തതാണ്, അല്ലേ? ആർക്കും അതിൻ്റെ പവർ പറയാൻ പറ്റൂല. നീ സൗന്ദര്യം എന്ത്, നിനക്ക് എത്ര പവർ, നീ കൊണ്ടുവന്നതാണോ, അത് നിനക്ക് കിട്ടിയതല്ലേ. സൗന്ദര്യം ഇല്ല എന്ന് വിചാരിച്ചു വല്ല കുറവുണ്ടോ, അതുമില്ല, അത് അല്ലാഹു നൽകിയതാ. അതുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കണേ. മൻ ആതാഹുല്ലാഹു വജ്ഹൻ ഹസനൻ വസ്മൻ ഹസനൻ വജഅലഹുല്ലാഹു ഫീ മൗദിഇൻ ഗൈരി ശാഇൻ, തിന്മയിലേക്ക് പോകാതിരിക്കുകയും
നല്ല പേരും നല്ല മുഖവും അല്ലാഹു നൽകിയാൽ ഫഹുവ മിൻ സഫ്വത്തില്ലാഹി മിൻ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹ് തെരഞ്ഞെടുത്ത ആളുകളിൽ പെട്ടവരാണവർ. എലീറ്റ്സ്, സഫ്വത്താണവർ. യാ അല്ലാഹ്. മഹാനായ അബൂ നഈം അൽ ഇസ്ഫഹാനി തങ്ങൾ അവരുടെ ഹില്യത്തുൽ ഔലിയായിൽ മഹാനായ ഔൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മഹാനവറുകളുടെ ഒരു ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. മൻ കാന ദാ സൂറത്തിൻ ഹസനത്തിൻ ഫീ മൗളിഇൻ ലാ യശീനു, തിന്മയിലേക്ക് പോകാത്ത, തിന്മ ചെയ്യാത്ത, മയക്കുമരുന്നിലേക്കോ ലഹരിയിലേക്കോ വ്യഭിചാരത്തിലേക്കോ പെണ്ണുങ്ങളുടെ പിന്നാലെയോ നടക്കാത്തൊരു ചെറുപ്പക്കാരൻ, അതുപോലത്തെ ഒരു പെണ്ണും, തിന്മയിലേക്ക് പോകാത്ത പെണ്ണ്, നല്ല മുഖസൗന്ദര്യമുണ്ട്, അവൾക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമൊക്കെ തുടങ്ങിയാൽ ഇഷ്ടം പോലെ ഫോളോവേഴ്സിനെ കിട്ടും. പക്ഷെ അവരത് ചെയ്തില്ല. എന്തേ? ഇത് ഞാൻ നാട്ടുകാർക്ക് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാനുള്ള, വിൽക്കാനുള്ളതല്ലല്ലോ, എനിക്കത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ആണോ ഒരു പെണ്ണോ, അല്ലാഹു അവർക്ക് ജീവിക്കാനുള്ള വഴി നൽകുകയും സമ്പത്ത് നൽകുകയും ചെയ്തു. എന്നിട്ടവർ വിനയത്തോടെ ജീവിച്ചാൽ, അഹങ്കാരം കാണിക്കാതെ, ഞാൻ വലിയ ആളാണെന്ന തോന്നലില്ലാതെ സൗമ്യരായി ജീവിച്ചാൽ, എന്താണെന്നറിയോ, പൈസ കിട്ടിയിട്ട് വിനയം കാണിക്കുക എന്ന് പറഞ്ഞ സംഗതി വളരെ പ്രശ്നമാണ്. കാശ് കയ്യിലുണ്ടോ, എനിക്കെന്താ കുറവ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടേ എന്നൊരു തോന്നൽ മനസ്സിൽ വരും. ഇതില്ലാത്തത് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. പൈസ ഇല്ലേ, പച്ചപ്പാവായിരിക്കും. കാശ് കയ്യിലുണ്ടോ, ഞാനല്ലേ ഇവിടുത്തെ ആള്, ഞാൻ പറഞ്ഞത് കേൾക്കണ്ടേ, ഞാൻ വരച്ച വരമ്പ് നിങ്ങൾ നിൽക്കണം എന്ന് പറയുന്നൊരു തോന്നൽ ഖൽബിൽ വരും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് സമ്പത്തും അല്ലാഹു നൽകി, നല്ല പേര്, നല്ല മുഖം, തിന്മയിലേക്ക് നിങ്ങൾ പോയില്ല, അങ്ങനെയെങ്കിൽ കാന മിൻ ഖാലിസത്തില്ലാ, അല്ലാഹു തെരഞ്ഞെടുത്ത നല്ല മനുഷ്യരാണവർ. ആ വിനയം കൂടെ ഇതിന്റെ കൂടെ കിട്ടണം. ഏതൊരു പാവപ്പെട്ട മനുഷ്യനും ചെന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു ആക്സസിബിലിറ്റി ആ മനുഷ്യനിൽ ഉണ്ടാവണം. തെറ്റുകളോ മശ്വറകളോ ചർച്ചകളോ നടക്കുമ്പോഴേ മറ്റൊരാളിൻ്റെ അഭിപ്രായം സ്വീകരിക്കാനുള്ള വിശാല മനസ്സ് വേണം. ഇതൊക്കെ നല്ല മനുഷ്യന്മാരുടെ ലക്ഷണമാണ്. അല്ലെങ്കിൽ ഇനിയും നന്നാവാൻ അവിടെ ഇച്ചിരി ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങൾ പെടുത്തി തരട്ടെ. മൻ കാന ദാ ഹുസ്നിൻ വദാ ഹസബിൻ സാകിൻ വവസ്സിഅ റിസ്ഖുഹു വഗദാ മുതവാളിഅൻ ലില്ലാഹി ഫഹുവ ഇദൻ മിൻ ഖാലിസിർ റബ്ബിർ റഹീം ഗദാ. അല്ലാഹു നാളെ പ്രത്യേകമായി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളാണവർ. മൂന്നാളുകളെ ഇന്ന് കാണാൻ പ്രയാസമാണെന്ന് മഹാന്മാർ പറയാറുണ്ട്. മഹാനായ ഇമാം ഖുശൈരിയുടെ അർ-റിസാലത്തുൽ ഖുശൈരിയ ലോകപ്രസിദ്ധമായ ഒരു റിസാലയാണ്. മഹാനവറുകൾ പറയുന്നുണ്ട്, ഫഖദ്നാ സലാസത അഷ്യാ, മൂന്ന് കാര്യങ്ങൾ ഇന്ന് കിട്ടൽ പ്രയാസമാണല്ലോ. ഹുസ്നുൽ വജ്ഹി മഅ സുയാന, സൗന്ദര്യമുള്ള പെണ്ണാണ്, സൗന്ദര്യമുള്ള ആണാണ്, പക്ഷേ വ്യഭിചാരത്തിലേക്ക് ചിന്തിക്കാതെ നടക്കുന്ന, മറ്റൊരാളെ ഒരാണ് പെണ്ണിനെയോ ഒരു പെണ്ണ് ആണിനെയോ അട്രാക്ട് ചെയ്യണം എന്ന് ചിന്തിക്കാതെ നടക്കുന്ന മുഖസൗന്ദര്യ ഒരാൾ, നല്ല ഗ്ലാമറുള്ളൊരു ചെക്കനാണ്, അവൻ ഒരു ലൈനും ഇല്ല, വലിയ പ്രയാസമാണ് കിട്ടാൻ എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഒരു ഗ്ലാമറും ഇല്ലാത്തവൻ്റെ പിന്നാലെ തന്നെ 10-15 എണ്ണം. പിന്നെ ഇവനൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആളുകളെ നിൽക്കാൻ വിടുന്നുണ്ടോ? പണ്ടൊക്കെ മരം ചുറ്റിക്കളി എന്നാ പറയാം. എങ്ങനെ പെണ്ണിൻ്റെ പിന്നാലെ അവരെ ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെറുക്കന്മാർ കളിച്ചിരുന്ന കളി. ഇന്ന് അങ്ങനെയല്ല, പെൺകുട്ടികൾ ആണുങ്ങളുടെ പിന്നാലെ. സുബ്ഹാന ജല്ല ജലാലു. എടാ നിനക്കെന്താടോ കുഴപ്പം, നിന്നും തൊട്ടൂടെ? ആര്? പെണ്ണ് പോലെ തോള് കൈ പിടിച്ചിട്ടായി പറയണത്. നീ നാണൊന്നല്ലേ, നിന്റെ ആണത്തെവിടെ? ഇതൊക്കെ ചോദ്യം. വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ മുസ്ലിമീങ്ങൾ ശരിയായ ദീനനുസരിച്ച് ജീവിക്കുന്നവർ ഗുറബാ. എൻ്റെ വിദ്യാർത്ഥിനികൾ കേൾക്കണേ, സ്കൂളിലെ 8ാം ക്ലാസ് മുതൽ അങ്ങ് മേലോട്ട് പഠിക്കുന്നവർ നിർബന്ധമായി ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണേ. ഗുറബാ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആണും പെണ്ണും ഒരു ക്യാമ്പസിലാവട്ടെ, ഒരു മഹല്ലിലാവട്ടെ, അയാൾ ഒറ്റപ്പെട്ടതുപോലെ ആ കുട്ടി ഒറ്റക്കാണ് ജീവിക്കുന്നത് എന്ന തോന്നൽ വരും. എന്തേ? എല്ലാവർക്കും ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഉണ്ട്, എനിക്കത് വേണ്ട. എനിക്കെൻ്റെ വിവാഹം നടക്കുമ്പോൾ എൻ്റെ കുടുംബവും എൻ്റെ മാതാക്കളും എൻ്റെ പിതാക്കളും അവരൊക്കെ
തൃപ്തിയോടെ സന്തോഷത്തോടെ എന്നെ കൈപിടിച്ച് ഒരു ചെറുക്കൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ എൻ്റെ സൗന്ദര്യമോ എൻ്റെ ശരീരമോ ഒരാൾക്കും തൊടാനോ പരസ്യപ്പെടുത്താനോ ഉള്ളതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ കൂടുതലുള്ള ആളുകൾ വിചിത്രമായ ഒരു പെണ്ണായി കാണുന്ന ഒരു കാലം. ബോയ്സ് മുഴുവൻ അവർക്കൊക്കെ ഗേൾ ഫ്രണ്ട്സ് ആണ്. അവർ രാത്രി ഫോണിൻ്റെ കയ്യിൽ വിളിക്കുന്നു, പോകുന്നു, വരുന്നു, കാണുന്നു. ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരു മാതാവിനും പിതാവിനും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. മക്കൾ പറയും, ഉമ്മ ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടോ. പിന്നെ നിസ്കാരം കഴിഞ്ഞ് 11 റക്അത്ത് വിത്റും കഴിഞ്ഞിട്ടാണ് ഞാൻ വരട്ടോ, പിന്നെ ഹദ്ദാദും കഴിഞ്ഞിട്ട് വരെ, പിന്നെ പോകുന്ന വേറെടുക്കെങ്കിലൊക്കെ ആയിരിക്കും. നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഉമ്മ ആയിരിക്കും പഠിച്ചവനോ അവൻ്റെ തറാവി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടി അങ്ങനെ വിചാരിക്കാൻ, എനിക്കങ്ങനെ ഗേൾ ഫ്രണ്ട് പറ്റൂലല്ലോ റബ്ബേ, എനിക്കത് പാടില്ലല്ലോ. ഒരു അന്യ പെണ്ണുമായുള്ള ബന്ധം പോലെ അഡൽറ്റുകളായി കഴിഞ്ഞാൽ സ്കൂളിലും ക്യാമ്പസിലുമാണെങ്കിലും നിങ്ങൾ അഡൽറ്റുകളാണ്. എന്തല്ല, കുട്ടികളല്ല. പ്രായപൂർത്തിയായില്ലേ? മിനിമം നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു മിക്സ്ഡ് ക്ലാസ് റൂമിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടി വന്നത്. അവിടെ ആവശ്യമായ അക്കാഡമിക് കോൺവെർസേഷൻ അപ്പുറത്തേക്ക് ഒരു ഹാങ് ഔട്ട് പറ്റൂല മക്കളെ, നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമാണ്, നമ്മുടെ സൊസൈറ്റിക്ക് അത് ഇഷ്ടമാണ്, നമ്മുടെ കൂടെ കൂടുന്ന ആളുകൾ മുഴുവനും അതാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അള്ളാഹുവിന് അത് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്ന മക്കളായി നമ്മുടെ മക്കൾക്ക് നിൽക്കുമ്പോൾ ഗുറബാ, അവരൊക്കെ വിചിത്രം. അല്ലടോ നീ ആണെന്നല്ലേ, അല്ല നീ മറ്റേ ട്രാൻസിൽപ്പെട്ട ആളാണോ? ചോദ്യം വരും. അതല്ല വിഷയം. ഇന്ന് സ്വവർഗരതി എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട ഒരു വികൃതമായ ഒരു സ്വഭാവം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം അത് ചെയ്തതിന്റെ പേരിലാണ് അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ട് കൊടുത്തത്. ആ സ്ഥലം പോയി കാണാൻ പറ്റും. ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഫലസ്തീൻ ജെറുസലേമിൽ നിന്നൊരു 10-30 കിലോമീറ്റർ, ഒരു 40 കിലോമീറ്റർ ചെന്നാൽ വലതു ഭാഗത്ത് കാണാൻ പറ്റും. ആ സ്ഥലം കീഴ്മേൽ ചെളിയായി കൂമ്പാരമായി കിടക്കുക. ഒരു നാടിനെ കീഴ്മേൽ മറിച്ചിട്ടതാ. എന്തേ? ആണുങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാതെ ആണിനെ വൈകാരികമായി സമീപിച്ചിരുന്ന ഒരു നാട്ടുകാർ. അമ്പിയാക്കന്മാർ പറഞ്ഞെടുത്തത് ചെയ്യല്ലേ, കല്യാണം കഴിച്ച് ജീവിക്കേ. അള്ളാഹു ആണിനെയും പെണ്ണിനെയും പടച്ചത്, ഞങ്ങൾക്കത് വേണ്ട. അതിന് അള്ളാഹു ചെയ്ത ഇന്നും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി കിടക്കണം. അവിടെ തീ കൊണ്ടല്ല കത്തിച്ചിട്ടുണ്ടെന്നാണ് ആ പ്രദേശത്തെ ആളുകളെ. അടുത്ത് ഒരു 2015 അവിടെ ഒരു ഗവേഷണം നടന്നിട്ടുണ്ട്. ഈ ചെളിയുള്ള സ്ഥലത്ത് കുറച്ച് വെസ്റ്റേൺ സയന്റിസ്റ്റുകൾ അവിടുന്ന് ചാരത്തിന്റെ, അതായത് കരിക്കാൻ ഉപയോഗിക്കുന്ന കരി ഉണ്ടല്ല, ആ കരിയുടെ അംശങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് കിട്ടി എന്നവര് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്തേ? ഇവിടെ വലിയൊരു മഹാദുരന്തം നടന്നിട്ടുണ്ട് എന്ന് ബൈബിൾ പുസ്തകത്തിലുണ്ട്, ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്. അപ്പോ വിശുദ്ധ ഖുർആൻ വിശദമായി പറഞ്ഞു. BCE 7000-ലോ 8000-ലോ നടന്ന സംഭവമാണത്. ഇന്നും അതിന്റെ വെണ്ണീറുകൾ ഭൂമിന്റെ ഉള്ളിൽ നിന്ന് കണ്ടെടുത്തു ശാസ്ത്രകാരന്മാർ. എന്തേ? സ്വവർഗഭോഗ രോഗികൾ അല്ലാഹു ശിക്ഷിച്ചതാണത്. ആണും പെണ്ണേ ഉള്ളൂ. ജനനേന്ദ്രിയം ഏതാണോ അതാണ് ഒരു മനുഷ്യനെ ആണോ പെണ്ണോ ആയി നിയന്ത്രിക്കുന്നത്. അപ്പിയറൻസിൽ വ്യത്യാസങ്ങൾ വരാം. കണ്ണില്ലാത്തവരില്ലേ, കൈയില്ലാത്തവരില്ലേ, ശാരീരിക വൈകല്യങ്ങൾ ഓട്ടിസുള്ള മനുഷ്യന്മാർ ലോകത്തില്ലേ? അതുപോലെ ഒരു പരീക്ഷണമാണ് ഇത്തരം ട്രാൻസ്ജെൻഡറുകളായ ആളുകൾക്ക് സംഭവിക്കുന്നത് എന്ന് മാത്രം. മുസ്ലിമീങ്ങളായ ആളുകളുണ്ടെങ്കിൽ അവരോടാ പറയുന്നത് കേട്ടോ. ഇസ്ലാമിന് പുറത്തു നിൽക്കുന്ന, മതമില്ലെന്ന് വിചാരിക്കുന്നവരോ അള്ളാഹുവിനെ വേണ്ടെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരായ ആളുകൾ ആരും ഇതിന് പ്രതികരിക്കേണ്ടതില്ല. ഞാൻ മുസ്ലിമീങ്ങളോടാ പറയുന്നത്, നമുക്ക് അള്ളാഹുവിൻ്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ പാടുള്ളൂ. നമ്മളതിനായി ഈ ഭൂമിയിലേക്ക് വന്നത്. ലോക സർവ്വ മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും റബ്ബിൻ്റെ നിയമവും അത് തന്നെയാണ്. പക്ഷേ ഈ ഉമ്മത്തിനോടെ നമുക്ക് ബാധ്യതയുള്ളൂ പറയേണ്ടത്. അതുകൊണ്ട് പറയാണ്, കേരളത്തിലെ സ്കൂളിൽ നടന്ന ഒരു പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു അനുഭവം അവിടുത്തെ ടീച്ചർ പങ്കുവെച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പെൺകുട്ടികൾ കൂട്ടുകാരികളായി അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെയുള്ള ശാരീരിക ബന്ധങ്ങൾ ചെയ്യുന്നു, ആൺകുട്ടികളുമായി. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്ത പെൺകുട്ടികളോട് നീ സ്ട്രൈറ്റ് ആണല്ലേ, കുട്ടികളുടെ ചോദ്യം അതാണത്രേ. നിനക്ക് പെണ്ണുമായിട്ടുള്ളത് പറ്റൂലല്ലേ, അപ്പം നീ സ്ട്രൈറ്റ് ആണോ? എന്ത് ചോദ്യമാണ് റബ്ബേ! ഇതൊക്കെ ചോദിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട കുട്ടികളാണ്. എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിട്ട് ഞാനത് ഞെട്ടിപ്പോയി. റബ്ബേ, നമ്മുടെ സമൂഹമൊക്കെ ഇത്രയൊക്കെ എഴുതിപ്പോയോ? ഒരു ആൺകുട്ടിയുടെ കൂടെ നടക്കാൻ പെൺകുട്ടികളെ വിടൂലല്ലോ, ഉമ്മമാരാരും പാർക്കാൻ വിടൂലല്ലോ. എന്നാൽ പെൺകുട്ടിൻ്റെ കൂടെ പോയി കിടക്കാൻ പ്രയാസമല്ലല്ലോ, അവരുടെ കൂട്ടുകാരിയല്ലേ. പക്ഷേ അവര് ലോകത്ത് പടിഞ്ഞാറ്
ഈ ലോകത്തിന് നൽകിയ ഏറ്റവും ദുഷിച്ച ചില സ്വഭാവങ്ങൾ. അവരിൽ ഒരുപാട് നന്മകളുണ്ട്, പക്ഷെ ഒരുപാട് തിന്മകളും അവർ ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇതൊക്കെ, ഇതുപോലെയുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ സൂക്ഷിക്കുകയും വിവാഹിതരാകുന്നത് വരെ ക്ഷമയുടെ കാലമാണ്. ക്ഷമിക്കണം തന്നെ പറഞ്ഞത് ഖുർആൻ. ക്ഷമിക്കണം. മനുഷ്യനൊക്കെ ഈ ഹോർമോണുകൾ എല്ലാ മനുഷ്യന്മാർക്കുണ്ട്. ഹലാല് കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്നത് വരെ, ഒരു നിക്കാഹിന് അവസരമുണ്ടാകുന്നത് വരെ നിങ്ങൾ തിന്മയിലേക്ക് പോകല്ലേ. അവസരമുണ്ടായി നിങ്ങളുടെ വിവാഹമാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഹലാലായ ഓപ്ഷൻ. ആ ഓപ്ഷൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുവരെ നിങ്ങൾ ക്ഷമിക്കണം. യൂസുഫ് അലൈഹിസ്സലാം അന്യ ഒരു നാട്ടിലാണ്. നമ്മുടെ മക്കളൊക്കെ ഇവിടുന്ന് സ്കോട്ട്ലൻഡിൽ പോകുന്നുണ്ട്, യൂറോപ്പിൽ ഹോളണ്ടിൽ പോകുന്നുണ്ട്, പോളണ്ടിൽ പോകുന്നുണ്ട്, UK പല പ്രദേശങ്ങളിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ഇറ്റലിയിലുണ്ട്. നമ്മുടെ മലയാളി കുട്ടികൾ ഇഷ്ടം പോലെ. UK 60,000 മലയാളികളെ ഈ കൊല്ലം അവിടെ എൻറോൾ ചെയ്ത്. 60,000 മലയാളി കുട്ടികൾ അവിടുത്തെ കോളേജുകൾ UK മാത്രം. അവർക്ക് നാട് വിട്ടു പോകാൻ. നമുക്കൊന്നും അവർക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മക്കൾക്ക് ദീൻ കൊടുത്തിട്ടില്ല എങ്കിൽ. ഞങ്ങൾ അന്യ നാട്ടിലാണ്. ഇവിടുത്തെ ക്ലബും പബ്ബുകളും ഇവിടുത്തെ തിന്മകളുടെ പ്രദേശങ്ങളിലേക്കും ഒക്കെ ആക്സസ് അവർക്ക് എളുപ്പമാണ്. ക്യാമ്പസുകൾ പോലും അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ നല്ല ഈമാൻ വേണം. യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിൽ പ്രവാസിയാണ്. യൂസുഫ് നബിന്റെ നാട് കൻആൻ. ഖൈറോവിൽ നിന്ന് 1300 കിലോമീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത് കൻആൻ. ആ നാട്ടിൽ നിന്ന് വന്ന അടിമയായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. സൗന്ദര്യത്തിന്റെ പ്രതീകമായ മഹാൻ. അടിമക്ക് എന്ത് വിലയാണ് അവർ കൊടുക്കാറുള്ളത്? ആ അടിമയോടാ പറഞ്ഞത്, സുലൈഖ ബീവി നീ എന്നെ വ്യഭിചരിക്കണം. ആരാ സുലൈഖ ബീവി? ദാതു മൻസുബിൻ വജമാൽ. വെറും ഒരു മുതലാളിച്ച പെണ്ണ് മാത്രമല്ല, നല്ല സൗന്ദര്യമുള്ളവളാണ്. യൂസുഫ് നബി ചെറുപ്പക്കാരനാണ്, വിവാഹത്തിലേക്ക് ആഗ്രഹമുള്ള പ്രായമാണത്. എന്നിട്ട് തിന്മ ചെയ്തില്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ ഓടി രക്ഷപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം. അതാണ് അമ്പിയാക്കന്മാർ നൽകുന്ന പാഠം. ഇതല്ലേ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ മലക്കുകളുടെ സ്വഭാവം ആവാൻ കഴിയില്ല എന്ന് വന്നേക്കാം, മനുഷ്യരിലെ ഉന്നത മൂല്യങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നല്ലാതെ മൃഗങ്ങൾ ജീവിക്കുന്ന പോലെ കണ്ടവരുടെ കൂടെ മുഴുവൻ കടന്നുറങ്ങാനുള്ള ഒരു ലൈസൻസാണ് ലോകത്ത് വേണ്ടത്. അതാണ് പുരോഗതി എന്ന് പറയും.